നമ്മൾ കുട്ടികൾക്ക് ഇനി പരീക്ഷയ്ക്ക് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നല്ല സിസ്റ്റമാറ്റിക് ആയി ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ അവർക്ക് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടത്, എക്സാമിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കംപ്ലീറ്റ്ലി ഒരു എക്സാമിലേക്ക് ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. സോ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇതൊരു പാരന്റോ അതല്ല ഒരു കുട്ടിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ അക്കാഡമിക്സിൽ എങ്ങനെയൊക്കെ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും, അതും ടൈം നല്ല പ്രോപ്പർലി മാനേജ് ചെയ്തിട്ട്. നമുക്കറിയാം നമ്മളെ കൊല്ലപരീക്ഷ വരുന്ന അറൗണ്ട് ഒരു മാർച്ചിനോടുകൂടി നമുക്ക് എന്താക്കുന്നുണ്ട്, പബ്ലിക് എക്സാം വരുന്നുണ്ട് സ്റ്റേറ്റ് കുട്ടികൾക്ക്, അതുപോലെ തന്നെ CBSE കുട്ടികൾക്ക് കുറച്ച് മുമ്പായിരിക്കും ഉണ്ടാവുക. സോ ഇനി നമ്മൾ എത്ര കഴിഞ്ഞ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ എന്ത് ആലോചിച്ചിട്ടും കാര്യമില്ല, നമുക്ക് പഠിക്കാനൊന്നും ആലോചിച്ചിട്ട് നമുക്ക് കാര്യമില്ല. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതെങ്ങനെ സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നിങ്ങളെ സിലബസിനും നിങ്ങളെ അക്കാഡമിക്സിനും റിലേറ്റ് ആയ ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളും നമ്മൾ എന്താക്കുന്നുണ്ട്, കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ലിങ്ക് ഞാൻ എന്താക്കാം താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷനും കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പരീക്ഷയെ എങ്ങനെ നോക്കേണ്ടതെന്ന് വെച്ചാൽ, സഡൻ ആയിട്ട് ഇപ്പം അടുത്ത ആഴ്ചയുള്ള പരീക്ഷയിലേക്ക് നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു വർക്കൗട്ട് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആയിരിക്കും. സോ നിങ്ങൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 2 months അല്ലെങ്കിൽ 3 months എന്താക്കുന്നുണ്ട്, ഒരു സമയം ഡ്യൂറേഷൻ നമുക്ക് അവിടെ ഉണ്ട്. സോ നമുക്കൊരു സിസ്റ്റമാറ്റിക് പ്ലാൻ ഉണ്ടെങ്കിൽ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട്. സോ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ, നിങ്ങൾ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, അതായത് ഓരോ സബ്ജക്റ്റ് വൈസും എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് നോട്ട് ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ബയോളജി എത്ര ചാപ്റ്റേഴ്സ്, ഫിസിക്സ് എത്ര ചാപ്റ്റേഴ്സ്, അങ്ങനെ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ സബ്ജക്റ്റിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഫസ്റ്റ് നോട്ട് ചെയ്യണം. രണ്ടാമത്തേത് നിങ്ങൾക്കുള്ള ഡ്യൂറേഷനാണ്. നിങ്ങൾക്ക് എത്ര ദിവസം വരെ ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊല്ല പരീക്ഷയ്ക്ക് വെയിറ്റ് ചെയ്യരുത്, അതിന് മുന്നുള്ള മോഡൽ പരീക്ഷ ആകുമ്പോഴത്തേ കംപ്ലീറ്റ് തീരുന്ന രീതിയിലേക്ക് വേണം നമ്മൾ എന്താക്കാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ചാപ്റ്റേഴ്സ് നമ്മൾ എന്താക്കും, ഓരോ ദിവസത്തിനനുസരിച്ചായിട്ട് അലോട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ചാപ്റ്റർ ഒരു ദിവസം വെച്ച് പഠിച്ചാൽ തന്നെ നമുക്ക് എന്താവില്ല, തീരൂല, അത്ര ദിവസം നമുക്കില്ല. സോ നമുക്ക് ഒരു ദിവസം തന്നെ ചിലപ്പോൾ 2 ചാപ്റ്റർ പഠിക്കേണ്ടി വരും. അപ്പം നേരത്തെ മോർണിംഗിൽ നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്താക്കുക, രാത്രി ഒരു ചാപ്റ്റർ എന്നുള്ള രീതിയിലൊക്കെ എന്താക്കേണ്ടി വരും, പഠിക്കേണ്ടി വരും. പിന്നെ ഈ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയം എത്രത്തോളം എടുക്കും എന്നുള്ളതിനെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലേ. സോ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ കപ്പാസിറ്റിയും കൂടി മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കറിയാലോ എനിക്കൊരു ചാപ്റ്റർ പഠിക്കാൻ എത്ര സമയം എടുക്കും, അതിനനുസരിച്ച് നിങ്ങൾ ചാപ്റ്റേഴ്സ് എന്താക്കുക, അലോക്കേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം നിങ്ങളൊരു കലണ്ടർ ഫോർമാറ്റിൽ ഒരു പേപ്പറിൽ വരച്ച് കൃത്യമായി മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ കൃത്യമായി എഴുതി, ഡേറ്റ് ഒക്കെ എഴുതി, ഓരോ മന്തിലുള്ള ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾ കൃത്യമായി ആ ഒരു ഡേൻ്റെ ഉള്ളിൽ തന്നെ എഴുതി വെക്കുക. സോ ഇങ്ങനത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളെ സ്റ്റഡി റൂമിലോ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്തോ ആയിട്ട് നിങ്ങൾ ഒട്ടിച്ചു വെക്കുക. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഓരോ ദിവസം കഴിയുന്ന സമയത്തും അത് നോക്കി അതിലുള്ള ചാപ്റ്റേഴ്സ് നോട്ട് ചെയ്തിട്ട് ടിക്ക് ചെയ്തിട്ട് വേണം പോകാൻ. ഇതിലുള്ള കാര്യം എന്താ വെച്ചാൽ, ഒന്ന് നിങ്ങൾ ഇത്രയും വാസ്റ്റ് ഏരിയ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് ടിക്ക് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസും കിട്ടും. മറിച്ച് ഈ ഒരു ഡ്യൂറേഷനെ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയി ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കും പാരൻസിനും കൃത്യമായിട്ട് അത് മനസ്സിലാവും ചെയ്യും. സോ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ ഒരു സിസ്റ്റമാറ്റിക് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കൊല്ല പരീക്ഷയ്ക്ക് നല്ല ഈസി ആയിട്ട് എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് നല്ല കോൺഫിഡൻസിൽ എക്സാം എഴുതാൻ വേണ്ടി പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് കോൺഫിഡൻസ് പോകും. സോ നമ്മൾ എജുസോൾവിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതുപോലെ നമ്മൾ ഡേ ടു ഡേ ഇരുന്ന് ഒരു ഗൂഗിൾ മീറ്റ് ത്രൂ ഇരുന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ എങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, എങ്ങനെ നമ്മൾ ലൈവായിട്ട് ചെയ്യുന്ന ഒരു സെഷൻ വെക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാന്നുള്ള. സോ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ഞാൻ എന്താക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അത് ത്രൂ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻസ് ഉണ്ടാക്കിയ അടിപൊളിയായിട്ടുള്ള ടൈം ടേബിൾസ് ഉണ്ട്, അത് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഒരു ടെംപ്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങൾ മൊത്തം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്താക്കും ആ ഒരു കമ്മ്യൂണിറ്റിയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പാസ്റ്റ് നമ്മൾ 1-2 സെഷൻസ് വെച്ചിരുന്നു, കുട്ടികൾക്ക് എങ്ങനെ എക്സാമിനെ ഫേസ് ചെയ്യണം, അതുപോലെ തന്നെ എക്സ്പേർട്സിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ നിങ്ങളൊരു പബ്ലിക് എക്സാമിന് പോകുന്ന സമയത്ത് എങ്ങനെയൊക്കെ എഴുതണം എന്നുള്ള ഒരുപാട് ഫിയേഴ്സ് കുട്ടികൾക്ക് ഉണ്ടാവും. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കും ഈ കമ്മ്യൂണിറ്റി ത്രൂ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.